ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ എഗ്ഗ് വെച്ചൊരു കിഡിലെ സംഭവമാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഉണ്ടാക്കാം. ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് നമുക്കൊരു 3 എഗ്ഗ് പൊട്ടിച്ചിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞൊരു പാനിലേക്ക് ബട്ടർ കൂടി ഇട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച എഗ്ഗ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒത്തിരി അങ്ങ് വേവുകയും ചെയ്യില്ല, ഒത്തിരി അങ്ങ് ചെറുതാവുകയും ചെയ്യില്ല, ഒരു മീഡിയം. ഇതുപോലെ എന്നിട്ട് നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ആ പാൻ തന്നെ എടുത്ത് അതിനകത്തേക്ക് നമുക്കൊന്ന് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്നൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്ന് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ നമുക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കണം. കുറച്ചോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പാലൂടെ കുറച്ച് ഒഴിച്ചൊന്ന് അതൊന്ന് ഉടച്ചെടുക്കണം. അതിനകത്ത് കിടക്കുന്ന മൈദ പോലുള്ള എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചൊരു ക്രീം പോലായി വരണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ക്രീം പോലെ ആയി വരുമ്പോൾ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ അകത്തിടേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ കാണിക്കാൻ മറന്നുപോയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ, എന്നിട്ടൊന്ന് ഇളക്കണം. പിന്നെ നമ്മുടെ ഈ മുട്ടയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം.